ഒരു നൃത്ത വ്യായാമമാണ് സൂംബ ഡാൻസ്. ഇത് ഒരു നൃത്തത്തിലുപരി ആരോഗ്യത്തെയാണ് കൂടുതൽ ലക്ഷ്യം വെക്കുന്നത്. ഇന്നത്തെ ജീവിതശൈലിയിൽ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് ശാരീരിക ക്ഷമതയാണ്. ഇന്ന് പലതരത്തിലുള്ള വ്യായാമങ്ങളുണ്ട്. അത്തരം വ്യായാമങ്ങളിൽ വളരെ എൻജോയ് ചെയ്ത് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് ഈ സൂംബ ഡാൻസ്. ആരോഗ്യവും വിനോദവും എല്ലാം ഒത്തിണങ്ങിയ ഒരു ഡാൻസ് വ്യായാമമാണ് ഈ സൂംബ ഡാൻസ്. നമ്മൾ ഈ സൂംബ ഡാൻസ് ചെയ്യുന്നവരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരുപാട് ആസ്വദിച്ചുകൊണ്ടാണ് എല്ലാവരും അത് ചെയ്യുന്നത്. അതൊരു ഡാൻസ് വ്യായാമം ആയതിനാൽ തന്നെ നിങ്ങൾ മറ്റുള്ള വ്യായാമങ്ങളെപ്പോലെ വളരെ ജാഗ്രതയോടെ നിന്ന് ശരീരം മുറുകെ പിടിച്ചുകൊണ്ട് വെയിറ്റ് എടുത്ത് കളിക്കുന്നതൊക്കെ പോലെ ഏറ് പിടിച്ചുകൊണ്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളുടെ ശരീരത്തെ ആസ്വദിച്ചുകൊണ്ട് അതിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് വിട്ടുകൊണ്ട് വേണം ഇത് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ മാനസികവും ശാരീരികവുമായ ഒരു ഉന്മേഷം പ്രദാനം ചെയ്യുന്ന ഒരു വ്യായാമ രീതിയാണ് സൂംബ ഡാൻസ്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ശരീരത്തിലെ കലോറി കൂടുതൽ കത്തിപ്പോകാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് വണ്ണം കുറയ്ക്കാൻ സാധിക്കുകയും ചെയ്യും. സൂംബ ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിനെയും റിലാക്സ് ആക്കി വെക്കണം. അല്ലാതെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചുകൊണ്ട് അത് ചെയ്യരുത്. മനസ്സിനെയും ശരീരത്തെയും അതിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് വിട്ടുകൊണ്ടുള്ള ഒരു വ്യായാമ രീതിയാണ് സൂംബ ഡാൻസ്. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ കൈകൾ നിങ്ങൾക്ക് കഴിയുന്നത്ര പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നതാണ്. നിങ്ങളുടെ പേശികളെ ആ രീതിയിൽ ഇടപഴകിച്ച് ധാരാളം കലോറി കത്തിക്കുകയും ചെയ്യാം. ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നിങ്ങളുടെ കൈകൾ കഴിയുന്നത്ര നീട്ടുക, മടക്കുക, ഉയർത്തുക. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ മുകളിലേക്കും താഴേക്കും നീങ്ങണം എന്നതാണ്. ഇത് നിങ്ങളുടെ നിതംബം, അരക്കെട്ട്, തുടകൾ എന്നിവയ്ക്ക് ചൂട് പകരും. അവിടേക്ക് നന്നായി ചലിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ചൂട് പകരും. കാൽമുട്ടുകൾ വളച്ച് നിങ്ങൾക്ക് കഴിയുന്നിടത്തോളം താഴേക്ക് പോകേണ്ടതാണ്. ഈ ശരീരചലനങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ കലോറി കൂടുതൽ കത്തിപ്പോവുകയും നിങ്ങളുടെ ശരീരത്തിൽ വണ്ണം കുറയുക എന്ന പ്രക്രിയ നടക്കുകയും ചെയ്യും. ഈ ഒരു വ്യായാമം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ഡാൻസ് ചെയ്യുമ്പോൾ ഇതിൽ നിതംബം ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. നിങ്ങളുടെ സൂംബ വ്യായാമം ഫലപ്രദമാക്കാൻ നിങ്ങൾ നിതംബം നന്നായി ചലിപ്പിക്കണം. നിങ്ങൾക്ക് കഴിയുന്നിടത്തോളം അത് കുലുക്കി തന്നെ ചെയ്യേണ്ടതുണ്ട്. ഇത് നിങ്ങളുടെ നിതംബത്തിന് വ്യായാമം നൽകുകയും അതിൻ്റെ ഷേപ്പ് മെച്ചപ്പെടുത്തുകയും ചെയ്യും. നിങ്ങൾക്ക് ഏറ്റവും സുഖപ്രദമായ ചലനങ്ങൾക്ക് എല്ലായ്പ്പോഴും അതിന് പ്രാധാന്യം നൽകുകയും നിങ്ങൾക്ക് ആത്മവിശ്വാസം തോന്നുന്നെന്ന് ഉറപ്പാക്കുകയും ചെയ്യുക. ഇതിൽ അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ കൂടുതലായി ചെയ്യേണ്ടത് നിങ്ങളുടെ ചുവടുകൾ ഊർജ്ജസ്വലതയോടെ ചെയ്യുക എന്നതാണ്. ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ നൃത്ത ക്ലാസ്സുകളിൽ വൈദഗ്ധ്യം നേടിയിട്ടുണ്ടാകാം. പക്ഷേ എല്ലാ നീക്കങ്ങളും പരമാവധി ഊർജമെടുത്ത് ആസ്വദിച്ച് ശരീരം മുഴുവൻ ചലിപ്പിച്ച് തന്നെ ചെയ്യേണ്ടതുണ്ട്. ചുവടുകൾ മനോഹരവും ആകർഷകവുമാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ സൂംബ വ്യായാമ രീതി ചെയ്യുമ്പോൾ മറ്റുള്ള വ്യായാമങ്ങളെ പോലെ നിങ്ങൾ പൂർണ്ണമായും അതിൽ അർപ്പിക്കാതെ ചെയ്യുന്നത് പോലെ ഇത് ചെയ്യാനാകില്ല. കാരണം നിങ്ങൾ പൂർണ്ണമായും അതിലേക്ക് സമർപ്പിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ മനസ്സും ശരീരവും സമർപ്പിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ ഉത്സാഹവും ഊർജവും തോന്നും. ഊർജവും നിങ്ങൾക്ക് അനുഭവപ്പെടണം. അതിലൂടെ നിങ്ങൾ വളരെയധികം വിയർക്കുകയും ധാരാളം കലോറി എരിച്ചു കളയാൻ സാധിക്കുകയും ചെയ്യുന്നു. ഇത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ വാമപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കണം. വാമപ്പ് 2 മിനിറ്റിൽ കൂടാതെയുള്ള വാമപ്പ് ആയിരിക്കണം ചെയ്യേണ്ടത്. കാരണം വ്യായാമം ചെയ്യുന്നതിന് മുമ്പ് ശരീരം ചൂടാക്കുന്നത് വ്യായാമത്തിലുടനീളം നമുക്ക് നമ്മുടെ സന്ധികളിലും മറ്റും ഉണ്ടാകുന്ന പരുക്കുകൾ ഉണ്ടാകുന്നത് തടയാൻ സാധിക്കും. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിക്കേണ്ടതിലും ശ്രദ്ധിക്കണം. നിങ്ങളുടെ സൂംബ വ്യായാമം ഫലപ്രദമാകണമെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് വലിയൊരളവിൽ ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ ദിവസം 6 നേരം എന്ന കണക്കിൽ ഭക്ഷണത്തെ ഭാഗിച്ച് കഴിക്കണം. ഓരോ 2 മണിക്കൂറിലും നിങ്ങൾ ചെറിയ അളവിൽ ഭക്ഷണം കഴിക്കണം എന്നാണ് അർത്ഥമാക്കുന്നത്. മാത്രമല്ല ഈ ഭക്ഷണത്തിൽ ധാരാളം പഴങ്ങൾ, പച്ചക്കറികൾ, ആവിയിൽ വേവിച്ച മാംസവിഭവങ്ങൾ, പ്രത്യേകിച്ച് ചിക്കൻ, മത്സ്യം എന്നിവയൊക്കെ ഉൾപ്പെടുത്തുക. അതുമാത്രമല്ല ഇത് ചെയ്യുമ്പോൾ ധാരാളം വെള്ളവും കുടിക്കണം. കാരണം അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ
ഉന്മേഷത്തോടെ ആ ഒരു ദിവസം മുഴുവൻ തുടരാൻ നിങ്ങളെ സഹായിക്കും. ശരീരത്തിലെ ജലാംശം നിലനിർത്താനും സഹായിക്കും. കാരണം സൂംബ ഡാൻസിന് വളരെയധികം കഠിനാധ്വാനവും പരിശ്രമവും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ 3-4 ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം അകത്താക്കിയിരിക്കേണ്ട കാര്യമുണ്ട്. മാത്രമല്ല, നിങ്ങൾ കഴിക്കേണ്ടത് വളരെ ലഘുഭക്ഷണങ്ങൾ, ആരോഗ്യകരമായ ലഘുഭക്ഷണങ്ങളായിരിക്കണം കഴിക്കേണ്ടത്. പഴങ്ങളും വേവിച്ച പച്ചക്കറികളും മുന്തിരിയും ബദാമും ഒക്കെ കഴിക്കണം. അനാരോഗ്യകരമായ ഭക്ഷണം കഴിക്കരുത്. കാരണം കൊഴുപ്പ് കലർന്ന ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായും അലസതയും മടിയുമാണ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ടാകുന്നത്. മാത്രമല്ല, സംസ്കരിച്ച ഭക്ഷണങ്ങളും നിങ്ങൾ ഒഴിവാക്കണം. കാരണം ഇവ മെറ്റബോളിസം കുറയ്ക്കുന്നതിനാൽ ശരീരത്തിനൊട്ടും നല്ലതല്ല. സലാഡുകൾ നല്ലതാണ്. ആരോഗ്യകരമായ സലാഡുകൾ കഴിക്കുന്നത് ഈ വ്യായാമത്തിന് നല്ലതാണ്. അതുപോലെ സൂപ്പുകളും ശരീരത്തിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഈ സൂംബ ഡാൻസിൽ മികച്ച പ്രകടനം നടത്തുന്നതിനായി ഈ അനാരോഗ്യകരമായ എണ്ണകളും വെണ്ണയും മറ്റു ട്രാൻസ് ഫാറ്റ് എന്നിവയൊക്കെ ഒഴിവാക്കേണ്ടതാണ്. മാത്രമല്ല, നിങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും നിങ്ങളുടെ ഭക്ഷണം വീട്ടിൽ നിന്ന് കൊണ്ടുപോയി വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം കഴിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പുറത്തുനിന്ന് ആവശ്യമില്ലാത്ത കലോറികളും മോശമായ ഭക്ഷണങ്ങളൊക്കെ വാങ്ങി കഴിക്കുന്നതിൽ നിന്നും മറ്റു ബേക്കറി ഭക്ഷണങ്ങളൊക്കെ വാങ്ങി കഴിക്കുന്നതിൽ നിന്നും ഇങ്ങനെ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുപോകുന്നതിലൂടെ അത്തരം മോശം ഭക്ഷണം പുറത്തുനിന്ന് മേടിച്ച് കഴിക്കുന്നതിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുന്നു. പിന്നെ മാത്രമല്ല, ഇത് ചെയ്യുമ്പോൾ പുകവലി, മദ്യപാനം, മയക്കുമരുന്ന് എന്നീ ശീലങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ തീർച്ചയായും അകന്നു നിൽക്കേണ്ടതുണ്ട്. ഇത് ഈ സൂംബ ഡാൻസിൽ ഏർപ്പെടുമ്പോൾ അല്ലെങ്കിൽ സൂംബ ഡാൻസ് അനുദിനം ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആരോഗ്യകരവും മനോഹരവുമായ ചർമ്മം നേടാൻ സഹായിക്കുന്ന ഒന്നാണ് സൂംബ ഡാൻസ്. കാരണം ഇത് ചെയ്യുന്നതിലൂടെ ധാരാളം ഊർജവും സമയവും ചെലവഴിക്കുകയും വിയർപ്പുണ്ടാവുകയും ചെയ്യുന്നു. ധാരാളം വെള്ളം കുടിക്കുമ്പോൾ വിയർപ്പിലൂടെ നിങ്ങളുടെ ശരീരത്തിൽ നിന്നുള്ള എല്ലാ വിഷവസ്തുക്കളെയും പുറന്തള്ളുന്നു. ഇത് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്തുകയും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യാൻ സൂംബ ഡാൻസ് നല്ലതാണ്. ഇത് ചെയ്യുന്നത് രസകരമാണ്. അത് മാത്രമല്ല, ഇത് ചെയ്യുന്നതിലൂടെ ശരീരത്തിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ കൂടുതൽ മെച്ചപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് എന്തുകൊണ്ടും ആധുനിക ജീവിതശൈലിക്ക് അനുസരിച്ചുള്ള ഒരു നല്ല വ്യായാമ മാർഗമാണ് സൂംബ ഡാൻസ്. അത് നിങ്ങളെ കൂടുതൽ മാനസികവും ശാരീരികവുമായ ഉല്ലാസവും അതിലൂടെ വ്യായാമവും നൽകുന്ന ഒരു ഉദാത്തമായ ഒരു മികച്ച മാതൃക തന്നെയാണ്. ഇനി സൂംബ ഡാൻസിൻ്റെ ചരിത്രം, എങ്ങനെയാണ് ഇത് ഉരുത്തിരിഞ്ഞത്? ഇതൊരു ഫിറ്റ്നസ് ഡാൻസ് ആണ്, അല്ലെങ്കിൽ ഇതൊരു ഫിറ്റ്നസ് പ്രോഗ്രാം ആണെന്ന് മുകളിൽ പറഞ്ഞല്ലോ. കൊളംബിയൻ ഡാൻസറും കോറിയോഗ്രാഫറുമായ ആൽബർട്ടോ ബെറ്റോ പെരസ് ആണ് ഇത് 90കളിൽ വികസിപ്പിച്ചത്. ഒരിക്കൽ അദ്ദേഹം ക്ലാസ് എടുക്കാൻ പോയപ്പോൾ അദ്ദേഹം സാധാരണ കൊണ്ടുപോകുന്ന ആ ഒരു മ്യൂസിക് എടുക്കാൻ മറന്നുപോയി. അതിൻ്റെ ടേപ്പുകൾ എടുക്കാൻ മറന്നുപോയി. തൻ്റെ കാറിലുണ്ടായിരുന്ന ലാറ്റിൻ സംഗീതത്തിൻ്റെ ടേപ്പുകൾ ഉപയോഗിച്ച് അദ്ദേഹം ക്ലാസ് എടുത്തു. അങ്ങനെയാണ് സൂംബ എന്ന ആശയം പിറവിയെടുത്തത്. ശരിക്കും ഇതൊരു യാദൃച്ഛികമായി പിറവിയെടുത്ത ഒരു നൃത്ത രീതിയാണ്. വളരെ ലളിതവും രസകരവുമാണ് ഈ നൃത്തരീതി. ലാറ്റിൻ അമേരിക്കൻ നൃത്തശൈലികളായ സാൽസ, മെറങ്കെ, കുംബിയ, റെഗട്ടൻ തുടങ്ങിയ താളങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ചടുലമായ ചുവടുകളും എയറോബിക് വ്യായാമങ്ങളുമൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു. ഇത് ചെയ്യുന്നതിലൂടെ 1 മണിക്കൂർ സൂംബ ചെയ്യുന്നതിലൂടെ 600 മുതൽ 1000 കലോറി വരെ എരിച്ചു കളയാൻ സാധിക്കും. ഇത് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുമെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇത് ചെയ്യുമ്പോൾ കൈകൾ, കാലുകൾ, വയറ്, പുറം തുടങ്ങി ശരീരത്തിലെ മിക്കവാറും എല്ലാ പേശികളെയും ചലിപ്പിക്കുന്നു. ഇത് നല്ല ഷേപ്പുള്ള ഒരു ശരീരം ഉണ്ടാകാൻ സഹായിക്കുന്നു. മാത്രമല്ല, ഇതൊരു കാർഡിയോ വ്യായാമം കൂടിയാണ്. ഇത് ഹൃദയമിടിപ്പ് വർദ്ധിപ്പിക്കുകയും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. സന്തോഷം വർദ്ധിപ്പിക്കുന്ന എൻഡോർഫിനുകൾ പുറത്തുവിടുന്നു. അതിലൂടെ സമ്മർദ്ദം കുറയുകയും ചെയ്യുന്നു. കൈകളും കാലുകളും ഒരേ സമയം വ്യത്യസ്ത ദിശകളിൽ ചലിപ്പിക്കുന്നത് ഏകോപന ശേഷിയും വർദ്ധിപ്പിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ സൂംബ എന്ന് പറയുന്നത് ഒരു ഡാൻസ് അല്ല, ഡാൻസിന്റെ മൂവ്മെന്റുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയ ഒരു ഫിറ്റ്നസ് എക്സസൈസ് ആണ്. ഫിറ്റ്നസിന്റെ ഫോമിലാണ് ഇതിന്റെ ചലനങ്ങളെല്ലാം തന്നെ ഉള്ളത്. അതിൽ എന്തിനാണ് ഡാൻസ് ചെയ്തുകൊണ്ട് ഫിറ്റ്നസ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ,
സ്വാഭാവികമായും നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ നമുക്ക് ബോറടി ഉണ്ടാകും. എൻജോയ് ചെയ്ത് ഡാൻസ് ചെയ്യുമ്പോൾ അതുണ്ടായില്ല. അത്ര തന്നെയാണ് അതിനൊരു സിമ്പിളായിട്ടുള്ള കാര്യം. പാട്ടുകൾക്കനുസരിച്ച് ചുവടുകൾ വെക്കുന്നതിലൂടെ ശരീരത്തിന് മുഴുവൻ വ്യായാമം ലഭിക്കുന്നു. മാത്രമല്ല, ഒരു തരത്തിൽപ്പെട്ട യുവതലമുറയിൽപ്പെട്ട കുട്ടികൾക്കൊക്കെ ഡാൻസ് ചെയ്യുന്നത് വളരെ ഇഷ്ടമാണ്. അതിലൂടെ വ്യായാമവും കൂടി കിട്ടുമ്പോൾ അവർ അത് എൻജോയ് ചെയ്ത് ചെയ്യാൻ തയ്യാറാകും. ഇത് സാധാരണയായി ഈ സൂംബയുടെ ക്ലാസ്സുകൾ സാധാരണയായി 40-60 മിനിറ്റ് വരെയൊക്കെയാണ് ചെയ്യുന്നത്. ഇൻസ്ട്രക്ടർ നയിക്കുന്ന നൃത്ത ചുവടുകൾ ഉപയോഗിച്ച് പ്രത്യേക രീതിയിൽ ഡാൻസ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ലാതെ തന്നെ എളുപ്പത്തിൽ ഇത് പങ്കെടുക്കാം. തുടക്കക്കാർക്കും പരിചയസമ്പന്നർക്കുമൊക്കെ ഇത് ഒരുപോലെ ആസ്വാദ്യകരമാണ്. സൂംബ എന്ന പേര് സ്പാനിഷ് വാക്കായ സുംബർ എന്നതിൽ നിന്നാണ് വന്നത്. അതിൻ്റെ അർത്ഥം വേഗത്തിൽ നീങ്ങുക അല്ലെങ്കിൽ ഉല്ലസിക്കുക എന്നതാണ്. 2001 ബെറ്റോ, ആൽബർട്ടോ പെർൾമാൻ, ആൽബർട്ടോ ആഗ്യോൺ എന്നിവർ ചേർന്ന് സൂംബ ഫിറ്റ്നസ് LLC എന്ന കമ്പനി സ്ഥാപിച്ചു. ഇത് സൂംബയെ ഒരു ആഗോള ബ്രാൻഡാക്കി മാറ്റി. സൂംബ ഫിറ്റ്നസ് പ്രോഗ്രാമിന്റെ ഔദ്യോഗിക പരിശീലനവും സർട്ടിഫിക്കേഷനും ആരംഭിച്ചു. ഇൻസ്ട്രക്ടർമാർക്ക് പരിശീലനം നൽകുന്നതിനായി സൂംബ അക്കാദമി രൂപീകരിച്ചു. DVD-കൾ, വീഡിയോ ഗെയിമുകൾ, വസ്ത്രങ്ങൾ, സംഗീത ശേഖരങ്ങൾ എന്നിവയിലൂടെ സൂംബ ഒരു ജനപ്രിയ ഫിറ്റ്നസ് നൃത്ത ശൈലിയായി മാറി. ഇന്ന് 180-ലധികം രാജ്യങ്ങളിൽ 15 ദശലക്ഷത്തിലധികം ആളുകൾ ആഴ്ചതോറും സൂംബ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നു. വളരെ ലളിതവും ആസ്വാദ്യകരവുമായ രീതി ഉള്ളതുകൊണ്ടാണ് സൂംബ വളരെ ലോകവ്യാപകമായി വൻ വിജയമായി തീർന്നത്.